എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് മക്കളിവിടെ വിറകും പണിയിലാണ് കേട്ടോ. അത് ഞങ്ങൾ റബ്ബറും തോട്ടത്തിൽ പോയി പറക്കി കൊണ്ടുവന്നാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്കൊന്നും റബ്ബറില്ല കേട്ടോ. ഇവിടെ അയലോക്കക്കാരെ റബ്ബറും തോട്ടത്തിൽ നിന്ന് പറക്കി കൊണ്ടുവന്നാ ചുള്ളികൾ. നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ പണി ഇഷ്ടമുണ്ട്? ഇത് കൊണ്ടുവന്നിട്ട് ഒതുക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ മഴക്കാലമല്ല വരുന്നേ, അടുപ്പ് കത്തിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇതാണ് എൻ്റെ മോൻ്റെ വീടിൻ്റെ സൈഡാണ്. ഇതൊക്കെ റബ്ബറാണ്. ഇവിടെ ഒക്കെ റബ്ബറും പെരാളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പെരാളുണ്ട്. ഇതൊക്കെ പെരാളും ഒക്കെയാണ്. ഇവിടെ ഇപ്പോൾ വിറകും പണി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ മക്കൾക്ക് ബാഗുകളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇതൊക്കെ എൻ്റെ മരുമോളെ കൃഷികളാണ്. കൃഷി ഉണ്ടോ? ഉമ്മക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും കൃഷികളൊക്കെ ഉണ്ട്. കുഞ്ഞോളെ ഈ മുളകൊക്കെ പഴുത്തിക്കണടി. ഇതൊക്കെ എന്താ അറക്കാത്തത്? അറുത്തിട്ട് പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്ക്. എന്നുണ്ടോ പഴുത്തിക്ക് കേട്ടോ. ഒന്നും അറക്കലില്ല മുപ്പത്തിയാറ്. എന്താ ഒന്നും അറക്കലില്ല. പിന്നെ ഇത് ഉണ്ടമുളകാണ് കേട്ടോ. ഉണ്ടമുളക് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മരുമോളുടെ കൃഷി കേട്ടോ. അമ്മായിമ്മേൻ്റെ ഒപ്പം കൂടി എൻ്റെ മരുമോളും ഇതൊക്കെ പഠിച്ചിരിക്കണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കുഞ്ഞോളെ കൃഷികളാണ് കേട്ടോ. ഞാൻ ചെയ്യണണ്ട് ഓളും അതൊക്കെ പഠിച്ചിരിക്കണുണ്ടോ. നല്ല മുളകാണ്. പക്ഷെ മുപ്പത്തിയായിരിക്കും മക്കൾക്ക് അങ്ങനെ അധികം വേണ്ടാത്തത് കൊണ്ട് ഓളങ്ങനെ അധികം അറക്കണില്ല. ഒക്കെ നിർത്തി പൊത്ത് പോവുകയാണ്. നല്ല മുപ്പത്തിയാറ് കുഴിച്ചിടും. ഇവിടെ പാറയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുഴിച്ചിട്ടേക്കണേന്. പുല്ലൊന്നും പറിച്ചിട്ടൊന്നും ഇല്ല ആൾ. ഇത് പയർ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്താ ഇത് മുളക്, ഇത് വെള്ളരിക്ക കുഴിച്ചിട്ടിട്ട് അതിന് വളർന്നൊന്നും ഇല്ലാഞ്ഞിട്ടേ ഇവിടെ ഇതാ പയർ കുഴിച്ചിട്ടേക്ക്. ഇത് 37 പയറൊക്കെ കുഴിച്ചിട്ടുണ്ട്. എന്താ ഇതിലൊക്കെ ഉണ്ട് മുളകുണ്ടോ. എന്താ മുളകുണ്ടോ. എൻ്റെ മകളിതൊന്നും കറക്കലില്ല. എന്താ ഇതൊക്കെ ഓള കൃഷിയിലെ മുളകുകളാണ് ഇതൊക്കെ. മരം ചെറുതാണെങ്കിലും ചെടിയൊക്കെ ചെറുതാണെങ്കിലും അതിലൊക്കെ ഉണ്ട് സംഭവം. അതൊക്കെ ഞാൻ വിത്ത് കൊടുക്കുന്നതാണ്. പക്ഷെ മുപ്പത്തേക്ക് വളമിടുന്നതും സംരക്ഷിക്കണമെന്നും അറിയില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഒക്കെ ശരിയാക്കും. പിന്നെ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലേ നടക്കണ്. നമ്മളെ കുട്ടിപ്പട്ടാളത്തുണ്ടാ ഈ പെണ്ണ് കണ്ട നടക്കണ്. കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ അവരൊക്കെ ഭയങ്കര കളിയിലാണ്. ഇനിയിപ്പോൾ 10-14 ദിവസം കൂടെ ഉള്ളൂ ഈ കളിയുള്ളൂ. അതുണ്ട് ഒരാൾ ഉടുപ്പിടാതെ ഓടുന്നു. 10-14 ദിവസം കൂടി കഴിഞ്ഞാൽ കളിയൊക്കെ ഇട്ട് കജ്ജുമല്ലോ. സ്കൂൾ തുറക്കാനായില്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. ഉണ്ടോ ഇത് ഓരോ ചെടികൾ കേട്ടോ. ഇതൊക്കെ ഓരോ ചെടികൾ. ഇത് മഹാഗണി നിൽക്കുന്നത് വേറെയൊക്കെ മുകളിലും കരണ്ട് കമ്പി ഉള്ളത് കൊണ്ട് മോന് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് മുറിക്കാതെ നിൽക്കുകയാണ് പേടിച്ചിട്ട്. റോസക്കൊമ്പിൽ പൂവൊന്നുമില്ല. ഏത് അതെന്താ അത് അരിമൊന്ന് പൊട്ടിച്ചാടിയ കുട്ടിയെ. ഇത് മഹാഗണിയുടെ തൂമ്പല്ലേ? ഇതത്ര ഇത് എൻ്റെ മോന് ചോദിക്കാം അമ്മ അതാരാ കുഴിച്ചിട്ടത് എന്ന്. ഇത് മഹാഗണിയുടെ തൂമ്പല്ലേ ഇത്? അതൊന്നും അറിയില്ല മൂപ്പർക്ക്. ഇത് അടുത്ത ആൾ നല്ല എന്തൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അനു എന്താ അറിയണ്? ഞാൻ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. പഠിച്ചോനെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് ആൾക്കത് അപ്പം തന്നെ തൊടൂല. അവിടെ എത്തിക്കും റോട്ടിൽ അടുത്തുള്ള അനുവാ. എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട്? ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇതെന്താ ഇവിടെ കൊണ്ടുവന്നിട്ട് അനുസരിച്ചേ? ഇവിടെയാണ് ഇപ്പോൾ 37 വിറക് കൊണ്ടുവന്ന് ഇതാക്കുന്നത്. പോട്ടടി യൂട്യൂബിൽ പോട്ടെ. എന്താ പേരൻ്റെ പരിസരമൊക്കെ യൂട്യൂബിൽ കത്തിട്ടെ. ഇതാണ് 37 ഇപ്പോൾ കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കണ് വിറക്. കേട്ടോ വിറക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റിയതാണ് അവിടുന്ന്. ആ കൊണ്ടുവന്ന് ഏറ്റി വന്നപ്പോഴത്തേനും 2 ദിവസത്തിന് ശരീരം ഒന്നും അളങ്ങാൻ പറ്റാതല്ല ഞോളെ. കാലൊക്കെ വേദന കൊണ്ട് കുഞ്ഞോള് പെരും കരച്ചിലായിരുന്നു. അതിന്ന് ഏറ്റി കൊണ്ടുവന്നിട്ട് ഓക്ക് കത്തിക്കാൻ തന്നെ അല്ലേ. അപ്പോൾ ഇതാണ് മോൻ്റെ വീട്. മോൻ സ്ഥലത്തില്ല.
എന്താ ഒക്കെ തന്നെയാണ്. പിന്നെ മുപ്പത്തിയാർക്ക് ചെടികളും ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ടൊന്നും വെട്ടിക്കളയോ ഒന്നും ഇതാക്കൊന്നും ചെയ്യില്ല. മുല്ലുണ്ട്, ജമന്തികളുണ്ട്, ഉണ്ടോ, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ കൃഷികളാണ്. പിന്നെ കോവക്ക നമ്മളവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഇവിടുത്തെ കോവക്കകൾ കിടക്കുന്നു ഉണ്ടോ, കോവലുകൾ. ഇതിൻ്റെ എൻ്റെ കുഞ്ഞോള് ഉണ്ടാക്കുന്നതാണ് കോവൽ ഉണ്ടോ. ഞാൻ കോവൽ ഇവിടുന്നാണ് ഒരു കൊമ്പ് കൊണ്ടുപോയിട്ട് നമ്മളോട് കുത്തിയിട്ട് കോവലുണ്ടായത് കേട്ടോ. ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ കുട്ടീൻ്റെ കൃഷിയാണ്. ഇത് പിന്നെ മരുവളത് എൻ്റെ കുട്ടി അമ്മായിമ്മ കാട്ടുന്ന കണ്ടിട്ട് ഒക്കെ ചെയ്യും. ആ ഒരു കാര്യമുണ്ട്. അങ്ങനെ ആവട്ടെ, പെൺകുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കണം. എന്നാലല്ലേ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എടുക്കാനുണ്ടാവുള്ളൂ. ഇത് വേപ്പും മരം ഞാൻ ചട്ടിയിൽ വളർത്തിയിട്ട് പിന്നെ അത് ചാക്കിൽ വെച്ചു. ചാക്കിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വീട് താമസത്തിന് വന്നിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വലിയ മരമായി. പിന്നെ ഈ ചീര നമ്മൾ നാളെ ചീര ഉപ്പേരി വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മരുവള കൃഷികൾ തന്നെയാണ്. വാഴക്കുട്ടികളൊക്കെ വെച്ചിരുന്ന് ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും നമ്മളെ കൈ വിടരുത് കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.